ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് ഒരു നെഗറ്റീവ് ട്രെൻഡിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡൗ ജോൺസ് 220 പോയിൻറ്റും S&P 20 പോയിൻറ്റും നസ്ഡാക്ക് 7 പോയിൻറ്റും നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവ് ട്രെൻഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗിഫ് നിഫ്റ്റിയും 16 പോയിൻറ്റിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ വേൾഡ് മാർക്കറ്റ് വെള്ളിയാഴ്ച ഒരു നെഗറ്റീവ് ട്രെൻഡിലായിരുന്നു ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റും ചെറിയൊരു ഫ്ലാറ്റായിട്ടാണ് ക്ലോസ് ചെയ്തത്. വലിയൊരു ഗ്യാപ്പ് അപ്പ് കിട്ടിയിരുന്നെങ്കിലും മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലോട്ട് തിരികെ വന്നു. ഇന്ത്യൻ മാർക്കറ്റിലും ചെറിയൊരു ഗ്യാപ്പ് അപ്പ് അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോകാം. വീക്ക്ലി ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ വീക്ക്ലി അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിങ് വരാൻ സാധ്യതയുണ്ടെന്ന്. വീക്ക്ലി ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മളന്ന് ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മിക്കവാറും ഒരു ഡൗൺ ട്രെൻഡിൽ പോകാനുള്ള സാധ്യത. പക്ഷേ കഴിഞ്ഞ ആഴ്ചത്തെ ഇന്ത്യ ചൈന സന്ദർശനവും എല്ലാം കൂടെ വെച്ചുകൊണ്ടൊരു അപ് ട്രെൻഡ് നമ്മൾ പ്രതീക്ഷിച്ചാണ്. മാർക്കറ്റ് കൃത്യമായിട്ട് അവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ച് കയറി. അത് തന്നെ മാർക്കറ്റിൽ വലിയൊരു പോസിറ്റിവിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഒരു ഡൗൺ ട്രെൻഡിലോട്ട് പോവാതെ മാർക്കറ്റ് പിടിച്ചു നിന്നത് തന്നെ തിരിച്ചൊരു റിവേഴ്സിനുള്ള ഒരു സാധ്യത മാർക്കറ്റിൽ കാണിക്കുന്നുണ്ട്. മാർക്കറ്റിൽ ഇതിന് താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇനി പേടിക്കേണ്ടതുള്ളൂ. ഏകദേശം 24,343 താഴോട്ടൊക്കെ മാർക്കറ്റ് ഒരു ലോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ മാർക്കറ്റ് താഴോട്ട് പോകാൻ സാധ്യതയുള്ളൂ. മുകളിലോട്ടുള്ള ലെവൽസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്നൊരു ട്രെൻഡ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഈ ഒരു ട്രെൻഡ് ലൈന് ഡേ ക്യാൻഡിൽ. അപ്പം ഈ ആഴ്ചയിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് ഈ ഒരു ലെവൽ 25,200 ലെവൽ 25,150 25,200 ലെവൽസിന് മുകളിലോട്ടൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇതിന് മുകളിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് റിവേഴ്സ് പ്രതീക്ഷിക്കാം. നമുക്ക് കണ്ടിന്യൂ ഈ ഒരു റാലി പ്രതീക്ഷിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിന് മുകളിൽ മാർക്കറ്റ് ഹയർ ടൈം ഫ്രെയിമിലും ഒരു ഹയർ ഹൈ ഫോം ചെയ്യും. അത് ഈ ആഴ്ചയല്ല, ചിലപ്പം അടുത്ത ആഴ്ചയിലായിരിക്കും. പക്ഷേ ഈ ആഴ്ചത്തെ പ്രധാന ലെവലെന്ന് പറയുന്നത് ഈ ഒരു ട്രെൻഡ് ലൈനും പിന്നെ ഈ ഒരു 25,160 ഒരു റെസിസ്റ്റൻസ് ലൈനുമാണ്. താഴോട്ടുള്ള ലെവൽസ് എന്ന് പറയുന്നത് 24,343 അപ്പം ഈ രണ്ട് ലെവലും ഈ ആഴ്ച വളരെ പ്രധാനപ്പെട്ട ലെവലായിരിക്കും. 25,200 25,300 താഴോട്ട് 24,300 മുകളിലോട്ട് 25,200. എങ്ങോട്ടാണോ ബ്രേക്കൗട്ട് ഈ ആഴ്ചയിൽ കിട്ടുന്നത് അങ്ങോട്ട് മാർക്കറ്റ് ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മുകളിലോട്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ ഒരു ബ്രേക്കൗട്ട് കിട്ടിയാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ഹയർ ഹൈ പ്രതീക്ഷിക്കാം. 25,200 മുകളിലുള്ളൊരു ഹയർ ഹൈ ഫോം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഹയർ ഹൈ ഫോം ചെയ്തിട്ട് തിരിച്ചു പിന്നെ താഴോട്ടൊരു ലോയ്ക്ക് വരുന്ന സമയത്ത് ഈ ഒരു ട്രെൻഡ് ലൈന് സപ്പോർട്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് കിട്ടി ഹയർ ഹൈ ഫോം ചെയ്ത് പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും വീണ്ടും ഒരു ഹയർ ലോ ആവും. ഈ ഒരു ലോയ്ക്ക് മുകളിൽ ഇവിടെ ഒരു ലോ വന്നു, ഇതിന് മുകളിൽ പുതിയൊരു ലോ വരണം. ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് കിട്ടിയിട്ട് താഴോട്ട് വന്ന് പിന്നെ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിലൊക്കെ 25,000 26,000 വരയ്ക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഹൈ കട്ട് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ആഴ്ചത്തെ മെയിൻ ലെവൽസ് എന്ന് പറയുന്നത് 25,300 25,160 ആയിരിക്കും മെയിനായിട്ട് വരുന്ന ഈ രണ്ട് ലെവൽസും, പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു ട്രെൻഡ് ലൈനും. അപ്പം ട്രെൻഡ് ലൈൻ വലിയൊരു റെസിസ്റ്റൻസ് ആണ്. കാരണം ഇവിടെയൊക്കെ ട്രെൻഡ് ലൈൻ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,200 വരയ്ക്കും, നമുക്ക് 25,150 ഈ ഒരു റെസിസ്റ്റൻസ് വരയ്ക്കും പ്രതീക്ഷിക്കാം. ഇവിടെ ഒരു ഈക്വൽ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടാണ് താഴോട്ട് വരുന്നതെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ വീണ്ടും താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അല്ല, ഇവിടെ ഒരു ഹയർ ഹൈ ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിച്ച് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിയേക്കും. നമുക്ക് തിങ്കളാഴ്ചത്തെ പ്രധാനപ്പെട്ട ലെവൽസ് നോക്കാം.
തിങ്കളാഴ്ച 24 ഈ ഒരു ലെവൽസ്. ഓക്കെ, 24 760 758 760 24 760 24 760 മുകളിൽ സോറി 24 760 മുകളിൽ 15 മിനിറ്റ്സ് ഒരു ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ലെവലിന് മുകളിൽ 15 മിനിറ്റ് ക്ലോസിങ് വരികയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു റെസിസ്റ്റൻസ് വരുന്നത് ടാർഗറ്റ് ഈ ഒരു 24 860 24 860 ടാർഗറ്റ് വയ്ക്കാം. ഈ ഒരു പഴയൊരു റെസിസ്റ്റൻസ് സപ്പോർട്ട് അടുത്തൊരു റെസിസ്റ്റൻസായിട്ട് ആക്ട് ചെയ്യും. ഇവിടെ നിന്ന് മുകളിലോട്ടൊരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24 860. പിന്നെ വരുന്ന അടുത്ത റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഗ്യാപ്പ് ഫില്ലിങ് ഓൾറെഡി കഴിഞ്ഞതാണ്. അപ്പം അതൊരു റെസിസ്റ്റൻസ് ആകാൻ സാധ്യത കുറവാണ്. എങ്കിലും ഇവിടെ നിന്ന് 15 മിനിറ്റിൽ ഒരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24 950 ടാർഗറ്റ് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് മുകളിലോട്ടുള്ള ലെവൽസ്. മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് കിട്ടി അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് കിട്ടിയാൽ പോലും 24 760 സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരിക്കും. കൃത്യമായിട്ട് മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രമേ മുകളിലോട്ട് എൻട്രി നോക്കാവൂ. താഴോട്ടുള്ള ലെവലെന്ന് പറയുന്നത് വെള്ളിയാഴ്ചത്തെ ലോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 24 630 24 630 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ താഴോട്ട് 15 മിനിറ്റിൽ, അപ്പം ഇതെന്ന് പറയുന്നത് വലിയൊരു റേഞ്ചാണ്. ഫസ്റ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ 24 760 താഴെയാണ് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ, മുകളിലോട്ട് ബ്രേക്ക് കിട്ടാണ്ട് താഴോട്ടൊരു സെല്ലിംഗ് പ്രഷർ വരികയാണെന്നുണ്ടെങ്കിൽ 630 വരേക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യത വളരെ കൂടുതലാണ്. കൃത്യമായിട്ടൊരു ബ്രേക്കൗട്ട് എന്ന് പറയുന്നത് 630 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ ചിലപ്പം ഇവിടെ നിന്നൊരു ഈക്വലോ വെള്ളിയാഴ്ചത്തെ ഈക്വലോ സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറിയിരിക്കും. കാരണം ഇവിടെ ഒരു ബൈയിങ് പ്രഷർ വന്നിട്ടുണ്ട് ഇല്ലേ. ഈ ഒരു ഏരിയയിൽ കഴിഞ്ഞ 4-ാം തീയതി നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് 3-ാം തീയതി നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് ഒരു ബൈയിങ് പ്രഷർ വന്നിട്ടുണ്ട്. വെള്ളിയാഴ്ച നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് ഒരു ബൈയിങ് പ്രഷർ വന്നിട്ടുണ്ട്. അപ്പം 24 630 ബയേഴ്സ് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു റിവേഴ്സ് കിട്ടും. അല്ല സെല്ലേഴ്സ് ആക്റ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ബ്രേക്കൗട്ട് കിട്ടുകയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 24 500 വരേക്കും മാർക്കറ്റ് ഇറങ്ങി വരും. ടാർഗറ്റ് അതുവരെ വയ്ക്കാം. 500 530 സപ്പോർട്ടായിരിക്കും. 24 530 ചെറിയ ടാർഗറ്റാണ്. 24 630 100 പോയിൻ്റ് ടാർഗറ്റുണ്ട്. താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് 24 530 സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറിയിരിക്കും. അപ്പോൾ 630 530 മാർക്കറ്റിൽ വലിയൊരു റിവേഴ്സിനുള്ള സാധ്യതയുണ്ട്. താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിലും റിവേഴ്സിനുള്ള സാധ്യത 530 630 ഉണ്ട്. 630 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ മാത്രമേ നേരത്തെ ഡേ ക്യാൻഡിലൊക്കെ പറഞ്ഞതുപോലെയുള്ള ഒരു ഡൗൺ ട്രെൻഡിലോട്ട് ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. ഈ ആഴ്ചത്തെ ഓപ്പൺ ഇൻട്രസ്റ്റും 25,000 സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ് വരുന്നത്. ഏറ്റവും കൂടുതൽ കോൾ റേറ്റേഴ്സ് ഉള്ളത് 25,000-ലാണ്. താഴോട്ട് പുട്ട് റേറ്റേഴ്സ് വരുന്നത് 24,500-ലൊക്കെ ഉള്ളൂ. അപ്പം മാർക്കറ്റ് മുകളിലോട്ട് പോയാലും 25,000-ലൊക്കെ ഒരു റെസിസ്റ്റൻസ്, സ്ട്രോങ് റെസിസ്റ്റൻസ് 24,950 500-ലൊക്കെ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്ത് തുടങ്ങും. നമുക്ക് ഇൻട്രാഡേ ലെവൽസിലോട്ട് പോവാം. ഇൻട്രാഡേ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24 743 ക്ലോസിങ് വന്നിട്ടുണ്ട്. ഓക്കെ, നാരോ സി പി ആർ ആണ്. 10 പോയിൻറ്റിൻ്റെ നാരോ സി പി ആർ ആണ് വരുന്നത്. 24 727 തൊട്ട് 24 737 വരേക്കും 10 പോയിൻറ്റ് സി പി ആർ ആണ്.
CPR താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് നേരത്തെ ഡേ ക്യാൻഡിൽ പറഞ്ഞ പോലെ 15 മിനിറ്റ് മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ 760 മുകളിലോട്ട് 15 മിനിറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ CPR ബ്രേക്കൗട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. താഴോട്ടുള്ള ലെവല് 24,636, 24,620 ഫസ്റ്റ് സപ്പോർട്ട് വരുന്നത്. രണ്ടാമത്തെ സപ്പോർട്ട് 24,535, 24,520. താഴോട്ട് ഈ രണ്ട് ലെവൽസുമാണ്. മുകളിലോട്ട് വരുന്നത് 24,832, 24,842, 24,856 റെസിസ്റ്റൻസ് ആയിരിക്കും. ഇവിടെ സ്ട്രോങ് സെല്ലിംഗ് പ്രഷർ വന്നിട്ടുള്ള ഏരിയ ആണ്. അപ്പം 24,842, 856 ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ ഡേ ക്യാൻഡിൽ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നതും ഈ ഒരു ലെവലിലായിരിക്കും. ഇവിടെ നിന്ന് 15 മിനിറ്റ് മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,928, 24,948, എനിക്ക് തോന്നുന്നു ഡേറ്റ അനുസരിച്ച് ചെറിയൊരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് ഈ ഒരു ഏരിയയിൽ. 24,760 മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നിടത്ത് തന്നെ ഡേറ്റ അനുസരിച്ചൊരു ചെറിയ ഒരു റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട്. 24,760 15 മിനിറ്റിൽ സസ്റ്റെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ 630, 530 ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ഡേറ്റ അനുസരിച്ചൊരു സെല്ലിംഗ് പ്രഷറിനുള്ള സാധ്യത കാണുന്നുണ്ട്. 760 ഫസ്റ്റ് 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഷോർട്ട് കവറിങ് നടക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ബാക്കി അപ്ഡേഷൻസ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ലൈവ് മാർക്കറ്റിലുണ്ടാകും. ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.